അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വൈകുന്നേരമാണ്. എൻ്റെ വൈകുന്നേരത്തെ ഒരു സമയം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ആക്കണമെന്നാണ്. കുറച്ച് നേരത്തെ ആ ഒരു പണികളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാ സിയമോള് സ്കൂളും കാര്യങ്ങളൊക്കെ വിട്ട് വന്നതിന് ശേഷം കളിക്കണ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അവൾ പുതിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടേക്ക് ഇന്നെ കൊണ്ടുവന്നിക്കുകയാണ്. വായോ കാണിച്ചു തരികയാണ്. ആ ഒരു നമ്മളിപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടിക്കാലം ആ ഒരു നമ്മൾ കളിച്ചതൊക്കെ ഓർമ്മ വരില്ലേ. അപ്പം ഞാനങ്ങനെ കിച്ചണിൽ കയറി. കിച്ചണാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പാത്രങ്ങളും പരന്നിട്ടാ. എപ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെ ആക്കാറല്ലേ. പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല ഈ പാത്രങ്ങൾ പരക്കലും കഴുകലും ഇതൊക്കെ തന്നെ. ഞാനപ്പോൾ വേഗം എന്ത് ചെയ്തു, അവിടെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഒക്കെ നീറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് 4 മണിക്ക് സ്കൂൾ വിട്ട് വന്ന് ആ ടൈമിലൊന്നും ഓൾക്ക് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് പൊക്കവടയായിരുന്നു ഫസ്റ്റ് കരുതിയിരുന്നത്. പിന്നെ എഗ്ഗും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എഗ്ഗ് പൊക്കവട ഇപ്പോൾ റീൽസിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലൊക്കെ നിറയെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിക്കില്ല ആ ഒരു മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളി, പിന്നെ അതേപോലെ പച്ചമുളക്, പിന്നെ വേപ്പില, മൈദപ്പൊടി, പിന്നെ വളരെ കുറച്ച് ഗരം മസാല, കടലമാവ്, പിന്നെ കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. അതങ്ങനെ കുറച്ച് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് അപ്പസോഡ, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് കളറിന് ഞാൻ കാശ്മീർ ചില്ലിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇവിടെ ഏതാണെങ്കിലും ഇടാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അങ്ങനെ ആ മാവൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊക്കവടക്കൊക്കെ ആക്കണ അത്രയ്ക്ക് ഇങ്ങോട്ട് ലൂസാവണ്ട, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ആ എഗ്ഗ് വെച്ചങ്ങാണ്ട് പൊതിയുമ്പോൾ ലൂസായി കഴിഞ്ഞാൽ ഇത് റെഡി ആവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, മാവിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കുറക്കുക. അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡിയായി. ഇനി കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി തള വന്ന് ഞാനത് ഒക്കെ കട്ട് ചെയ്ത് ഒക്കെ ഇങ്ങനെ നമുക്ക് ഹാഫ് ആക്കിയിട്ട് കട്ടാക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഓരോന്നായിട്ട് ആ മുട്ട ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ആ മാവുണ്ടല്ലോ അത് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ കട്ടാക്കി വെച്ച് നമ്മൾ എഗ്ഗും വെച്ചിട്ട് പിന്നെ ഈ മാവ് അത് വെച്ചങ്ങാണ്ട് പൊതിയുക. കുറച്ചൊക്കെ ഒരു ക്ഷമ വേണം, അതുമ്മക്കത് പൊതിഞ്ഞ് റെഡിയായി കിട്ടണ്ടേ. അപ്പോൾ ഞാനതങ്ങനെ ഒക്കെ റെഡിയാക്കി. കുറച്ച് മാവ് കട്ടി കൂടുതലുണ്ടോയെന്ന് സംശയമില്ലാതില്ല. പക്ഷെ എന്നാലും കൂടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തെറിക്കും. കാരണം ഈ ഒരു എഗ്ഗിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് നോക്കുക. തീ ഉണ്ടല്ലോ നന്നായിട്ട് കൂട്ടി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു മാവൊക്കെ എണ്ണ കുടിക്കും. അപ്പോൾ അത് അങ്ങനെയല്ലാതെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് 2 ഭാഗവും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് കോരി എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ അടുത്തത് ഒരെണ്ണം കൂടി ഞാൻ അങ്ങനെ എണ്ണയിലിട്ട് അതൊക്കെ ഇതേപോലെ എല്ലാതും ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മളെ മാവ് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പൊക്കവട ഉണ്ടാക്കാൻ വിചാരിച്ചെങ്ങാണ്ട് ഞാൻ അതും റെഡിയാക്കി കൊടുത്ത്
അങ്ങനെ ഞാൻ എല്ലാ പൊക്കവടയും ഒക്കെ ഞാനങ്ങനെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാതും റെഡിയായി. നമ്മൾ സ്നാക്സൊക്കെ ഇവിടെ റെഡിയായി. നിങ്ങൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അവർക്ക് സ്കൂളിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ പൊക്കവടയാണെങ്കിലും ഒക്കെ. ഇനിയിപ്പോൾ നോമ്പല്ലേ വരുന്നത്, അപ്പോഴത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും വരുന്നുണ്ട്. അവരേക്കും അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.